നീലാകാശം, പച്ചക്കടൽ, ചുവന്ന ഭൂമി. നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത് കേരളത്തിനെ കുറിച്ചുള്ള ഒരു കഥയാണ്. ദൈവത്തിൻ്റെ മാത്രം സ്വന്തമല്ല എൻ്റെ ഈ കേരളം. ഈ നാട് അവൻ്റെയും അവളുടെയും ചേച്ചിയുടെയും ഇക്കയുടെയും പിന്നെ മൂപ്പൻ്റെയും കൂടിയാണ്. ഇത് വിജയൻ്റെയും സഖാക്കളുടെയും കേരളം, സതീശൻ്റെയും തരൂരിൻ്റെയും ഇടം, രാജീവൻ്റെയും സുരേഷിൻ്റെയും നാട്. ഈ നാട് എത്രമാത്രം ഷാഫിയുടേതാണോ അത്രമാത്രം ടീച്ചറിൻ്റെയും കൂടിയാണ്. പിന്നെ ഇത് ഷിബിയുടെയും കേരളമാണ്. ഈ കഥ ഷിബിയിലൂടെയാണ് ഇവിടെ നമ്മൾ പറയുവാൻ പോകുന്നത്. പൊളിറ്റിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ഓൾ ദീസ് പീപ്പിൾ. ഒരു ഇലക്ഷൻ കാലത്ത് ഷിബി കണ്ട കാഴ്ചകളിലൂടെ നമ്മുടെ ഈ നാട് എന്തൊരു ഭംഗിയാണിത് കാണാൻ. വയനാടിൻ്റെ മലമുകൾ തൊട്ട് കോഴിക്കോടിൻ്റെ കടൽ തീരങ്ങളും ആലപ്പുഴയുടെ കായൽ സൗന്ദര്യവും. ഞങ്ങളുടെ ക്യാമറ പേഴ്സൺസ് അമിതും ടിങ്കവും പകർത്തിയ ദൃശ്യങ്ങളിലൂടെ നിങ്ങൾക്കും ഇതൊക്കെ കാണാം. അപ്പോൾ ഇനി നമുക്ക് ഈ കഥയിലേക്ക് കടക്കാം. അവിടെ നന്നായിട്ട് പഠിക്കും കേട്ടോ. ഈ കഥ 5 ഭാഗങ്ങളിലായിട്ടാണ് പറയുവാൻ പോകുന്നത്. നിങ്ങൾ എപ്പോഴും കേൾക്കുന്ന ശബ്ദങ്ങളും അധികം കേൾക്കാത്ത ശബ്ദങ്ങളും പിന്നെ മിസ് ചെയ്യുവാൻ പാടില്ലാത്ത കുറച്ച് കലാരൂപങ്ങൾ. ഇത് കേരളത്തിൻ്റെ കഥയാണ്. എൻ്റെ കേരളം. എവിടെയെങ്കിലും ഒരു പരാജയം വരുമ്പോൾ അത് ആകെ പരാജയമാണെന്നോ, എവിടെയെങ്കിലും ഒരു വിജയമുണ്ടാകുമ്പോൾ ഇതെല്ലാം വമ്പിച്ച വിജയമാണെന്നോ കമ്മ്യൂണിസ്റ്റുകാർ കാണേണ്ടതില്ല. ഇത് മുന്നോട്ടുള്ള പ്രയാണത്തിലെ ഏറ്റിറക്കങ്ങളാണ്, വിജയമായാലും പരാജയമായാലും. So we are starting our election coverage in northern Kerala in Kannur, asking the larger question of whether the CPIM-led LDF is going to come back to power. The CPIM, which was once the third largest party in the country with its representation in the parliament, has now been reduced to this small state. So are they losing ground in their last standing bastion in the country? What is communism and what is the future of left parties in Indian politics? This is what we are focusing in today's episode. അതേപോലെ ദുരന്തം ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു സംസ്ഥാനം മാത്രമേ ആ പട്ടികയിൽ ഇല്ലാതിരുന്നുള്ളൂ. അത് നമ്മുടെ കേരളമാണ്. എന്താണ് LDFന് അനുകൂലമായിട്ടുള്ള LDFന് ഇന്നത്തെ LDFൻ്റെ 10 കൊല്ലത്തിലെ ഭരണത്തിൻ്റെ നേട്ടം തന്നെയാണ് പുരോഗതി. നാട്ടിൻ്റെ പുരോഗതി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച് ചേച്ചിക്ക് മനസ്സിലാക്കിയതാണ്. പാർട്ടി എന്ന് പറഞ്ഞാൽ സാധാരണക്കാരൻ്റെ പാർട്ടി. നമ്മളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണ്. മറ്റ് വേറെ ഒരു പാർട്ടി കൂടി ഇല്ല. കടമ്പുണ്ട് ഇത്തരത്തിലുള്ള നമ്മുടെ സംസ്ഥാനത്തെ വിവേചനത്തോടെ സമീപിക്കുക. CPM എന്നുള്ള പാർട്ടി അടിസ്ഥാന വർഗത്തിൻ്റെ ഒപ്പം നിന്നിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന പാർട്ടിയാണ്. അത് തന്നെയാണ് LDFൻ്റെ വിജയം. പക്ഷേ ഇന്ന് ഇടതുപക്ഷത്തിന് ഭരണമുള്ള ഒരേ ഒരു സംസ്ഥാനം കേരളമാണ്. അപ്പോൾ ഈ അടുത്ത കാലത്ത് ഇടതുപക്ഷം നേരിട്ട ഏറ്റവും കഠിനമായ ഒരു തെരഞ്ഞെടുപ്പാണോ ഈ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്? കേരളത്തിൽ നടക്കുന്ന എല്ലാ തിരഞ്ഞെടുപ്പുകളും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നിർണായകമായ തിരഞ്ഞെടുപ്പ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ നിലപാട് അടിസ്ഥാനപ്പെടുത്തി കേന്ദ്ര ഗവൺമെൻറ് കേരളത്തോട് അതിശക്തിയായ ശത്രുത
നിലനിർത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. Started. This is the only state where the CPIM is in power. So this is a do or die election. I don't know if there was, in recent time, there was an election where the left appeared, so, to be honest, so desperate to win an election. Is that the case? For the left, because now we are governing, I don't want to say ruling, we are governing only Kerala, it should be our endeavor to retain this base, because to make sure that left ideology, left moorings, the perspective is robust in this country, we need to keep the flag up. ഞാൻ സി പി എം തന്നെയാണ്. നെഞ്ഞു പോയാലും തൊഴിലാളി വർഗം തന്നെയാണ്. ഞാൻ കഷ്ടപ്പെടുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇടതുപക്ഷം കോൺഗ്രസും BJP ഒക്കെ പറഞ്ഞ ഈ ഒരു ഇലക്ഷനോടുകൂടി കമ്മ്യൂണിസം കേരളത്തിൽ നിന്ന് ഇല്ലാണ്ടാവും. ഇല്ല, കമ്മ്യൂണിസം ഒരിക്കലും നശിക്കുകയില്ലല്ലോ. അത് വെറുതെ ഒരു നുണപ്രചരണം മാത്രമാണ്. കേരള ഭരണം ഒരിക്കലും ഇടതുപക്ഷത്തിൽ നിന്ന് പുറകോട്ട് പോകില്ല എന്ന് നാം മനസ്സിലാക്കുകയാണ്. അവയവമാറ്റ ശസ്ത്രക്രിയ നടത്തുന്ന ഈ ബംഗാൾ പോലെയോ ത്രിപുര പോലെയോ അല്ല ഇവിടുത്തെ ജനങ്ങൾ നമുക്ക് ഒരു അടിയുറച്ച ഒരു പാർട്ടിയാണ് ഇവിടെയുള്ളത്. അതെന്ന് വെച്ചാൽ ആര് എന്ത് മലക്കം പറഞ്ഞാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള അവസാനം ഒരാളുണ്ടെങ്കിൽ പോലും ഇങ്ങോട്ട് വരും, ഉയർത്തെഴുന്നേറ്റ് വരും. BJP and Congress is saying that after Bengal and Tripura, now CPM will be washed away from Kerala. too much influence of the central government. They are giving money to the people of Bengal and Tripura. See, they can buy vote by giving money, but here it is not possible. Sir, when you look at in 2004, CPM was the third largest party in terms of the seat representation in parliament. But we come to a point where it's just restricted to Kerala. What is the future of left parties? For the nation, it is important that left perspective, left alternative is alive and kicking. So this election is very crucial for us to make sure that left not only survives but thrives. LDF will come back to power. Definitely, there's no doubt at all. LDF will come to power again. Then you want to come to power, LDF or any other party. You want to bring back the in Kerala to backward 10 years back? കോൺഗ്രസും BJP പറഞ്ഞു ഇത്തവണ കൂടെ കഴിഞ്ഞാൽ LDF കേരളത്തിൽ CPM ഇല്ലാണ്ടാവും, ബംഗാളിൽ ത്രിപുര. അത് അവരെ ദിവാസ്വപ്നം മാത്രമാണ്, ഒരിക്കലും അങ്ങനെ നടക്കില്ല. Thank you, sir. New fancy thing. BJP has grown as an unavoidable third front in Kerala. What is it that the party is focusing when it comes to 2026? It is becoming increasingly clear to every Malayali that whilst India has moved forward in the last 11 years under Prime Minister Narendra Modi ji, there are visible signs of economic development, jobs, prosperity, Kerala is falling behind. And we believe in these elections, these 26 elections, and we say it very openly. We consider this as a very important inflection point for the future of Kerala, to change the direction of our state from this bipolar, controversy-ridden politics of the Congress and the CPM to a much more development-oriented politics and vision of the NDA. മാച്ച് ഇപ്പോൾ BJP പറഞ്ഞത് കമ്മ്യൂണിസം ഒരു ഫീൽഡ് കോൺസെപ്റ്റ് ആണെന്നാണ്. അതായത് ഇപ്പം ബംഗാളിലും ത്രിപുരയിലും പാർട്ടി ഇല്ലാണ്ടായി, അതുപോലെ കേരളത്തിലും പാർട്ടീനെ ഇല്ലാണ്ടാകും എന്നാണ് പറയുന്നത്. അവരുടെ പ്രചരണം പോലും ആ ഒരു തരത്തിലാണ്. കാരണം BJPക്ക് കേരളത്തിൽ കാര്യമായ സ്വാധീനമൊന്നുമില്ല. വാജ്പേയിയുടെ കാലത്ത് അവർക്കുണ്ടായിരുന്നതാണ് കേരളത്തിൽ 16%. ഇത്രയും കാലം ഈ പറയുന്ന എല്ലാ വിശദീകരണം നൽകിയിട്ടും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ CPM-നെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും പരാജയപ്പെടുത്താൻ കോൺഗ്രസിനെ സഹായിക്കുമെന്നുള്ളതിൻ്റെ പരസ്യമായ പ്രഖ്യാപനമാണ് നരേന്ദ്രമോദിയും അതുപോലെ തന്നെ അമിത്ഷായും ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. പാർട്ടിയോട് ജനങ്ങൾക്കൊരു വിരോധം വന്നു തുടങ്ങി, അങ്ങനെ തോന്നുന്നു? അങ്ങനെയൊന്നുമില്ല. പാർട്ടിയോട് ജനങ്ങൾക്ക് വിരോധിക്കേണ്ട ആവശ്യമില്ല. CPIM എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും നല്ലൊരു പാർട്ടിയാണ്. ഇന്ന് കേരളത്തിലെ ഇന്ത്യയിൽ നിൽക്കുന്നതിൽ ഏറ്റവും നല്ലൊരു പാർട്ടിയാണ് CPIM. ചില പോരായ്മകൾ ഉണ്ടാകാം, പക്ഷേ ബാക്കി എല്ലാ പാർട്ടിനെ അപേക്ഷിച്ച് നോക്കുക ചില പാവങ്ങൾക്കും
സാധാരണക്കാർക്കും വേണ്ടി തൊഴിലാളികൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരേ ഒരു പാർട്ടി അത് തന്നെയാണ്. The party only criticizing the BJP, fighting against communalism, saying that we're fighting against communalism. Why is the party not propagating its exact ideology? They are supporting other states. They give too much for Gujarat, UP, Madhya Pradesh, whereas they are not giving what Kerala deserve from central government. The CPIM, the ruling front here, keeps saying that, when you look at the social indicators, we are far ahead than any other states ruled by the BJP. So what is the model of governance that the BJP is putting forward? Yes, apart from the employment. Let me just tell you one thing about statistics. I can use statistics to tell you any kind of story that you want. That is the whole idea of statistics, that you can conflate and confuse people by using facts and figures to paint a picture that you want. Is there anybody reasonably with common sense that considers Kerala governance a good government? Then how come children are moving out? Then how come schools are collapsing? How come hospitals are underfunded? How come without raising debts they cannot survive one day? There is a fundamental assumption, I hate to say this, but there's a fundamental assumption that I've learned after coming to Kerala, which is that the Congress party and the CPM thing, people can be fooled not just once or twice, but all the time. And I want to break the bad news to them this time. These elections will prove to them, you can fool some people some other time, you can fool some people all the time, but you cannot fool all the people all the time. We feel that left is an alternative. Congress is not an alternative for BJP. CPM, for example, it is known as a cadre party, but it is disintegrating. Even at its strongholds, the party villages. I was surprised when I went through the party villages of Kannur. There was a huge turnout of the people in favor of us. We lost, for example, Mattanur Assembly seat, we lost with a huge margin, biggest margin last time. There was we were all surprised. The public participated like anything. They are all living CPM, senior leaders as well as the local workers in almost all the constituencies. I have given memberships to new CPM men, to Congress and other coalition parties. This is a new thing. This was not happening before. In Kannur, Kerala. For most of you, Pinarayi might be the name of the Chief Minister of Kerala, Pinarayi Vijayan. But did you know that Pinarayi is the place where the Communist Party of India, Marxists, took birth in Kerala? So what is the mood like before the elections? ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്നാണല്ലോ പൊതുവിൽ കോൺഗ്രസ് ഒക്കെ അവകാശപ്പെടുന്നത്. അത് കോൺഗ്രസിന്റെ ആമോഹാണ്, അല്ലാതെ വികാരമൊന്നുമില്ല. ഇപ്പോൾ ഇവർ ശബരിമലയും മറ്റേതെല്ലാം ഇങ്ങനെ എടുത്തിട്ട് വെറുതെ ഇല്ലാതൊരു വിവാദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കഴിഞ്ഞ തവണ പിണറായി വിജയൻ 50,000-ന് മുകളിൽ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. ഇത്തവണ എത്രയായിരിക്കും ഭൂരിപക്ഷം? ഇനിയും ഭൂരിപക്ഷം കൂടുവാനാ സാധ്യത. എന്നാൽ വെച്ചാല് നമ്മളെ മണ്ഡലത്തിൽ എന്ന് വെച്ചാല് വല്ലാത്തൊരു വികസന നടത്തിയത്. MLA-ക്ക് 100-100 മാർക്ക്. MLA-ക്ക് 100-അല്ല 100 കൂടുതൽ മാർക്ക് കൊടുക്കും. പിണറായി വിജയൻ 3-ാം തവണയും മുഖ്യമന്ത്രി തീർച്ചയായിട്ടും വരുന്നതാണ് ഞങ്ങളെല്ലാം ഉറപ്പ്. തീർച്ചയായിട്ടും അതിന് വേറെ ആളില്ല. അപ്പുറത്തെ കണ്ടാൽ നിങ്ങൾക്ക് അറിയില്ല, അടിയല്ലേ, എല്ലാവരും തമ്മിൽ അടിയല്ലേ. ഞാൻ ആരുടെ മേളിലാണ് ഒരു ബെറ്റ് വെക്കണ്ടേ? ജയിക്കാൻ നമ്മള് LDF. ഈ ഇലക്ഷനിൽ ഈ ഭരണം കൂടെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി? ആ ചോദ്യത്തിന് ഇപ്പൊ പ്രസക്തി ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. ഭരണം നഷ്ടപ്പെടില്ല. മൂന്നാമതൊരു തുടർച്ച ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണം കിട്ടിയിട്ടില്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നാമാവശേഷമായി പോകും എന്നുള്ളത് അത് ഇന്ത്യയിലെ വലതുപക്ഷ പാർട്ടികൾക്ക് യോജിച്ച ഒന്നാണത്. നമുക്ക് ജനങ്ങളെ സംഘടിപ്പിക്കുകയാണ്, ജനങ്ങളുടെ ആവശ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള പോരാട്ടമാണ്. അടുത്തവണ LDF ജയിച്ചാലും പിണറായി വിജയൻ തന്നെ അധികാരത്തിൽ വരണമെന്നാണ്.
അങ്ങനെയാണ് നമ്മുടെ മനസ്സ് ആഗ്രഹിക്കുന്നത്. പിണറായി വിജയനിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം വിജയേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നടപ്പിലാക്കണമെന്ന് വിചാരിച്ചാൽ നടപ്പിലാക്കി കഴിക്കൂ. വികസനം വേണമെങ്കിൽ കേരളം ഇതേപോലെ നിലനിൽക്കണമെങ്കിൽ LDF തന്നെ വരണം. പിണറായി വിജയൻ പാർട്ടിയേക്കാൾ മുകളിൽ വളർന്നു എന്നൊരു വിമർശനം എല്ലാ കോണിൽ നിന്നും ഉണ്ടല്ലോ. അത് മാധ്യമ സൃഷ്ടിയാണെന്ന് എനിക്ക് പറയാൻ പറ്റൂ. ഇപ്പം പിണറായി വിജയനാണ് പാർട്ടീനെ ഈ ഇലക്ഷനിൽ നയിക്കാൻ പോകുന്നതെന്ന് ഏകദേശം വ്യക്തമാക്കിയിട്ടുണ്ട്. പലരും പല കോണിൽ നിന്നുള്ളൊരു വിമർശനമാണ് പാർട്ടിക്ക് കീഴെയാണ് എല്ലാവരും എങ്കിലും പാർട്ടിക്ക് മീതെ പിണറായി വിജയൻ വളർന്നു എന്നുള്ള തരത്തിലുള്ളൊരു വിമർശനം ഉണ്ടാവാറുണ്ട്. അല്ല, അതിലൊന്നും യാതൊരു കാര്യമില്ല. പാർട്ടി പരസ്പര പൂരകമായ വളർച്ചയാണ്. പാർട്ടിയുടെ ഒരു ഉൽപ്പന്നമാണ് ഓരോ കേഡറും. കേഡർമാരുടെ ബോധപൂർവമായ പ്രവർത്തനത്തിലൂടെയാണ് പാർട്ടിയുടെ വളർച്ച. പാർട്ടി കേഡർമാരെ രൂപപ്പെടുത്തും, കേഡർമാർ പാർട്ടിയെ ശക്തിപ്പെടുത്തും. ഈ പരസ്പരപൂരകമായ പ്രവർത്തനം പിണറായിക്കും എനിക്കും ഏത് പാർട്ടി മെമ്പർക്കും ബാധകമായ ഒരു കാര്യമാണ്. അതിൻ്റെ അപ്പുറം കാണുന്നതെല്ലാം തെറ്റായ വിശകലനങ്ങളാണ്. It's a question. Very interesting. One charge which has been hurled against us is that Pinarayi Vijayan is arrogant. He has control over the administration. Having control, I never knew that it was a negative connotation. 2 years back, if you look at the media, you know what is it? Pinarayi Vijayan roasted by the district conference, area conference or CPM. Arey, 2 saal pagle you fried inverter comma. Now you say he's arrogant. So where do you have such accountability? Where do you have such a open, candid discourse whereby our leadership are liable to be criticized? So how can you have both these premises or propositions together? With great respect, he's a very senior leader. At one time I had respect for him. He represents a completely dinosaur age in Kerala politics. He can not meet the aspirations of our youth. He cannot define what the future of our state should look like. He has taken our state into bankruptcy. We have today a state that cannot move one step forward without borrowing. This is not the future that our proud Malayalis want. We want something brighter, better, and we want a Viksit Kerala, and that is what the BJP NDA will strive to do. Especially BJP says that the communism is a failed concept. Do you also believe that it's a failed concept and It is failed. They failed miserably in Bengal and Tripura. They were not in the space, nowhere in the space. And the Kerala, that will happen, definitely. അടുത്തവണ പിണറായി വിജയൻ തന്നെയാണ് മുഖ്യമന്ത്രി. പിണറായി വിജയൻ എന്നുള്ള വ്യക്തിയല്ല, LDFന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഇവിടെ അധികാരത്തിൽ വരുമെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്ത്യയിലെ മുഖമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറിയിരിക്കുകയാണ്. ഇന്ന് കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞാൽ പിന്നെ കമ്മ്യൂണിസ്റ്റിന്റെ ആരാണ് അടുത്ത നേതാവ് എന്നുള്ള വ്യക്തികൾ ചേർന്ന ഒരു കൂട്ടായ്മയാണ് പാർട്ടി നേതൃത്വം എന്ന് പറയുന്നത്. അത് EMS പോയപ്പോൾ നായനാർ വന്നിട്ടുണ്ട്, VS വന്നിട്ടുണ്ട്, പിണറായി വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒട്ടേറെ നേതാക്കന്മാർ ഇനിയും വളർന്നു വരും. അതുകൊണ്ട് നമ്മൾ പിണറായി പോയാൽ പിന്നെ കേരളത്തിൽ പാർട്ടി നേതൃത്വമില്ല, പാർട്ടി ഉണ്ടാവില്ല എന്ന ഒരു തെറ്റായ ധാരണയൊന്നും വെച്ച് പുലർത്തേണ്ടതില്ല. ആര് മുഖ്യമന്ത്രിയാവണം? പിണറായി വിജയൻ തന്നെ. പിണറായി വിജയൻ അല്ലെങ്കിൽ വേറെ ആരും മുഖ്യമന്ത്രി? ശൈല ടീച്ചർ. അത് സ്ത്രീ മുഖ്യമന്ത്രി കേരളത്തിലുണ്ടായില്ല, ഒരു വനിതാ മുഖ്യമന്ത്രി. അതുകൊണ്ട് ശൈല ടീച്ചർ ആവണം. സെക്കൻഡ് സ്ഥാനം ഇപ്പോൾ LDFിലെ ശ്രീമതി ഇയാൾക്കാണ്, ശൈലജ ടീച്ചർക്കാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടേത് വരും എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. അതിനുവേണ്ടി നന്നായി പ്രവർത്തിക്കണമെന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഇവിടെ നൽകിയ ഈ മനോഹരമായിട്ടുള്ള സ്വീകരണത്തിന് ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. Teacher, now CPM was once the third largest party in the country with its parliament representation. Now the BJP and the Congress have been saying that just like how Bengal and in Tripura, it will be washed away from Kerala also with this election.
How do you like to? The all communal forces are uniting to defeat us. What happened now in Bengal? During the tenure of LDF, left parties, Bengal was very safe at that time. Now you look at Bengal, you examine thoroughly what happened. All the security is get lost now, and the atrocities are increasing. Atrocities against women, children, and the poor families are increasing in Bengal. Your opposition party, Congress, is saying that CPM is a communal party. It's becoming a Hindutva party, and Congress is the actual left party in Kerala. Haha, it is a joke, you know. They are hand in hand with RSS, hand in hand with Jamaat-e-Islami. For a few number of votes, they will join to anyone. Here there is a saying, Co-Li-B, Congress, League, BJP, Union. In elections, that way they are trying to defeat left parties here. We are for secularism. The left parties are for secularism. That's all. The electoral contest in Kannur has largely remained between CPM and Congress. This region has also witnessed the highest number of political violence and killings in a way no other region in Kerala has seen. And it's not between CPM and Congress, but the RSS and CPIM. It's a war turf between two competing ideologies. So when we traveled to Kannur, we heard stories of political violence, especially with the RSS and the CPIM. Both are parties that has clear political ideology. But why do we see both these parties resorting to violence? ഒന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ കണ്ണൂരിലെ ആളുകൾക്ക് പാർട്ടിയോടുള്ള സ്നേഹം, അവരുടെ ഡെഡിക്കേഷൻ വളരെ കൂടുതലാണ്. അതുകൊണ്ട് ചെറിയൊരു സംഭവം പോലും മാനസികമായിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റ് കൊണ്ടാണ് ഇങ്ങനത്തെ സംഘർഷങ്ങൾ ഉണ്ടാകുന്നത്. ഇന്ത്യ രാജ്യത്ത് മുഴുവൻ BJP RSS ഉണ്ട്. പക്ഷേ ഇന്ന് നിങ്ങൾ പരിശോധിച്ചാൽ ഇന്ന് കേരളത്തിൽ മാത്രമേ CPM ഉള്ളൂ. അതിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത് CPM ഉള്ളിടക്കാണ് അക്രമം നടക്കുന്നത്. അപ്പോൾ CPMന് അക്രമം ആവശ്യമാണ്. എതിരാളികളെ കായികമായി നേരിടുക, ആശയപരമായി നേരിടാൻ അവർ തയ്യാറല്ല. ജനാധിപത്യത്തിൻ്റെ പേര് പറയാനും ജനാധിപത്യത്തിൻ്റെ മുഖം മൂടി അണിയലും മാത്രമാണ് CPMൻ്റെ ലക്ഷ്യം. One of the most impactful speeches in Parliament that I have seen in recent days was Sadanand Master's speech in Rajya Sabha. Sir, this is my two legs. Every time I am hearing from this house about democracy, democracy, democracy. But those who are roaring about democracy, they committed an attack upon me 31 years ago in Kerala. The CPM leaders that time in a bazaar, an organized criminals caught me immediately after get down from the bus. They caught me from backside and put me down on the road and cut off two legs. They were shouting about Inqilab Zindabad. That speech of his was incredibly moving at many levels. But if you see his temperament and his attitude, his forgiving nature, and how even today he holds no resentment. He said, look, I am a victim. I am a victim of this political culture that has ruined our state, that has ruined generations of youngsters. And it is time that we leave all this behind and move to Vikasita Kerala. He said that. And I think it represents the greatness of a man who was a victim of this kind of tortured political culture. പ്രതിരോധം എന്ന് അവർ പറയുന്നത് തെറ്റായ രീതിയാണ്. നിങ്ങൾക്ക് കണ്ണൂരിലെ പല ജില്ലകളിലും യാത്ര ചെയ്താൽ കാണാൻ സാധിക്കും. മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് മത്സരിക്കാൻ പോലും അല്ലെങ്കിൽ പ്രവർത്തനം നടത്താൻ പോലും സ്വാതന്ത്ര്യം കണ്ണൂർ ജില്ലയിൽ പല സ്ഥലത്തുമില്ല. ആന്തൂർ ഒരു ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് എടുക്കാം. തളിപ്പറമ്പ് മുനിസിപ്പാലിറ്റിയിൽ അവിടെ ആ പ്രതിപക്ഷം പോലും ഇല്ല. അതായത് മറ്റു പാർട്ടിക്കാരെ മത്സരിപ്പിക്കാൻ പോലും അവർ താല്പര്യപ്പെടില്ല. അവരെ വീട് ആക്രമിക്കുക, ഇല്ലെങ്കിൽ മത്സരിക്കാൻ പേര് കൊടുത്ത ആളുകളെ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. BJPയുടെ നയം അക്രമമാണെങ്കിൽ എല്ലാ സ്റ്റേറ്റിലും അക്രമം ഉണ്ടായിരിക്കണം. കേരളത്തിൽ മാത്രം എന്തുകൊണ്ടാണ് അക്രമം എന്ന് ചിന്തിക്കുമ്പോൾ ഒരു ഭാഗത്ത് CPM ആണ്. അവരുടെ ധാർഷ്ട്യമാണ് ഈ അക്രമത്തിന് കാരണം. അവരെന്ത് ന്യായീകരണം പറഞ്ഞാലും
അക്രമം അവരെ കൈമുതലാണ്. ഇതാണ് RSSൻ്റെ പ്രത്യശാസ്ത്രക്കാരൻ്റെ ധാരണ, ഗോൾവാൾക്കറുടെ വിചാരധാര. ഇന്ത്യയിൽ 3 ആഭ്യന്തര ശത്രുക്കളാണ് ഉള്ളത്. 1 മുസ്ലിം, 2 ക്രിസ്ത്യാനി, 3 കമ്മ്യൂണിസ്റ്റ്. ഈ 3 ആഭ്യന്തര ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യണം, നിഗ്രഹിക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു അവസ്ഥ വെച്ചുകൊണ്ട് കേരളത്തിൽ, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ അവർ സജീവമായിട്ട് മുമ്പോട്ടേക്ക് വന്നു. അങ്ങനെ ഈ കേരളത്തിൽ RSSൻ്റെ അക്രമങ്ങൾക്ക് വിധേയപ്പെട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ടുള്ള എല്ലാ ബന്ധവും വിച്ഛേദിച്ച് കമ്മ്യൂണിസ്റ്റുകാരും തൊഴിലാളികളുമായ ആളുകളുടെ എല്ലാം തന്നെ പിന്തുണ BJPക്ക് നേടാം എന്ന് കരുതി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നേരെ നടത്തിയ ശാരീരിക കടന്നാക്രമത്തിന് മുൻകൈയെടുത്തത് യഥാർത്ഥത്തിൽ RSS ആണ്. എന്നാൽ അതും കൂടി പറഞ്ഞാലേ പൂർണ്ണമാവുള്ളൂ. എന്നാൽ ഈ ഭീഷണിക്കോ ഈ അക്രമങ്ങൾക്കോ ഒന്നും ഈ കണ്ണൂരിലെ ജനത കീഴടങ്ങിയിട്ടില്ല. അതിശക്തിയായിട്ട് അതിനെല്ലാം പ്രതിരോധിച്ചുകൊണ്ട് അവർ മുന്നോട്ടേക്ക് പോയപ്പോൾ കേരളത്തിലെ ശരാശരി BJPക്ക് കിട്ടുന്ന വോട്ട് കണ്ണൂർ ജില്ലയിൽ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. സത്യമില്ലാതെ വരുന്നത് I am speaking only the truth. Did you have some sort of crisis meet? Like, okay, 6 months before the elections, we had such a result. So did your party members all come together? After the Was there something like the anti-incumbency is against Chief Minister Pinarayi Vijayan more than the party or the government? With regard to the left, see, after the local body drubbing which we got, we do agree that we got a setback, that we have no difficulty or compunction in admitting that there are areas where we need to correct ourselves. There are issues where we need to convince the people. There are matters where we need to take drastic decisions, and we have to be quick to address the grievance of the people. And we did cross over to the people, went to their houses to seek their opinion and also to convey to them, if at all they need a reassurance from our side, we convince them. All right, enough of the politics. We have saved our best for the last. This is an experience. The legend of Muttappan unfolds. Well, if you are in Malabar, Kerala, especially in Kannur, it's incomplete without visiting Lord Muttappan. Well, who is Lord Muttappan and what does he mean to the people of this region? Well, that's the story we're telling you from Parshnikadavu Sri Muttappan Temple. മുത്തപ്പൻ എന്ന് പറഞ്ഞാൽ തിരുവപ്പന മഹാവിഷ്ണുവിനെയും വെള്ളാട്ടം ശിവനെയും സങ്കല്പിച്ചിട്ടാണ് ഇവിടെ 2 പ്രതിഷ്ഠ ഉള്ളത്. അങ്ങനെയാണ് മുത്തപ്പൻ്റെ ഇവിടെ സങ്കല്പം. ദൈവങ്ങൾ വ്യത്യസ്തമെന്ന് പറഞ്ഞാൽ മുത്തപ്പൻ്റെ ചരിത്രം എടുക്കുന്നതന്നെ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് പടവെഴുതിയ മുത്തപ്പനാണ്. മറ്റു മുത്തപ്പൻ കമ്മ്യൂണിസ്റ്റ് ഒന്നുമില്ല. ചില കൂട്ടം അങ്ങനെ പറയും കമ്മ്യൂണിസ്റ്റ് മുത്തപ്പനൊന്നുമില്ല, പാവങ്ങൾക്ക് വേണ്ടിയിട്ട് പോരാടിയ മുത്തപ്പനാണ്. അവരെ അടിമകളെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് പ്രയത്നിച്ച ആളാണ് മുത്തപ്പൻ. Yeah, so from our childhood we've been coming here, and thing about the specialty about this temple is there is no religion. You can see all types of people coming here, and you know it's such a blessing. I've actually been able to come here after so many years. ഇവിടെ കള്ളും ചുട്ട മത്സ്യമാണ് നിവേദ്യം. അതന്നെ വ്യത്യസ്തമല്ലേ? കള്ളും ചുട്ട മത്സ്യം ഇവിടെ നിവേദ്യത്തിനെടുക്കും മുത്തപ്പന്. അതാണ് മുത്തപ്പൻ്റെ വ്യത്യസ്തം. ജനകീയനാണ് മുത്തപ്പൻ. When you see Muttappan performing right in front of you, like when you see that form right before you, what do you feel like? We feel that God listened to us, our problems, and He gave not to say solutions, but He gave a positive energy to us. നമ്മുടെ ഭക്തന്മാരോട് പറയുന്ന ആ മൊഴികൾ പിന്നെ നമുക്ക് നമ്മുടെ ഓർമ്മയിൽ അത് നിൽക്കാറില്ല. ആ ഒരു അനുഭൂതി നമുക്ക് അനുഭവപ്പെടാറുണ്ട്. സ്പിരിച്വൽ ലെവലിലേക്ക് നമുക്കൊരു അനുഭവം കിട്ടാറുണ്ട്.
ദൈവമായിക്കഴിഞ്ഞാൽ ദൈവത്തിന് തോന്നുന്ന കാര്യങ്ങളാണ് പറയുന്നത്. മുത്തപ്പന്റെ എന്ത് സന്ദേശമാണ്, എന്ത് മെസ്സേജാണ് കേരളത്തിൽ അല്ലെങ്കിൽ ലോകത്തിന് എല്ലാ കാലത്തും നിലനിൽക്കണമെന്ന് തോന്നിയിട്ടുള്ള ആ ഒരു മെസ്സേജ് എന്താണ്? എല്ലാ മതവിഭാഗങ്ങളെയും ഒരുപോലെ കാണണം എന്നതാണ് മുത്തപ്പന്റെ ഒരു സന്ദേശം. ജാതിഭേദമന്യേ എല്ലാവരും ഒരുപോലെ കാണുന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. അത് തുടർന്നു പോവും. അപ്പോൾ എല്ലാ ജനങ്ങളും ഒരുപോലെ ആകണം. With this experience, I leave the political hotspot of my state, Kannur. The questions: will Pinarayi secure another term? The future of communism? Will Keralam persist with it? All that only time will tell. But my biggest takeaway from here is Muthappan's teachings. Whichever party comes to power, I hope the social fabric of my state remains intact. Beyond caste, beyond religion, a reminder that we are all one.